ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ കെയർ ടിപ്സും അതേപോലെ തന്നെ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് റിവീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഞാൻ ഏതാണ് ഒരു ക്രീം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഒരു ക്രീം തേക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതേത് ക്രീമാണെന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാനൊന്ന് ഒരു ചെറിയൊരു എന്താ പറയുക ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ എൻ്റെ ഫേസിൽ അവർ കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്താ തേക്കുന്നത്, എന്നെ തേക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര മടിച്ചാണ്, സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല സൗണ്ടും ഉണ്ടെങ്കിൽ അത് മഴയാണ്, ആരും അത് കാര്യമാക്കണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഞാൻ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു ക്രീമിൻ്റെ അകത്ത് നിയാസിനമൈഡും അതേപോലെ തന്നെ ഇതൊരു സെറം ക്രീമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം എൻ്റെ കയ്യിലുള്ളൊരു ഐറ്റം 330 രൂപയാണെങ്കിൽ പോലും ഇതിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ സെക്കൻഡ് യൂസ് ചെയ്യുന്നതാണ്. ഇത് കണ്ടന്റ് ഈ ക്രീമാണ്, കണ്ടില്ലേ? അപ്പം ഇതിനേക്കാളും ചെറിയ ഡപ്പയുണ്ട്, അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അത് തീർന്നു. സെക്കൻഡ് വാങ്ങിയതാണ് ഇത്. ഇതിന് വരുന്നത് 330 രൂപയാണ്. പക്ഷെ ചെറുതിന് 90, 100 ആ റേഞ്ചിൽ എമൗണ്ട് വരുന്നതുണ്ട് കേട്ടോ. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം വരെ ഞാൻ യൂസ് ചെയ്തു ആ ചെറിയൊരു ഡപ്പ. അത് കുറച്ചുകൂടെ വലുത് ഞാൻ വാങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളും പിന്നെ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ചേഞ്ച് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാനിങ്ങനെ ഡോട്ടായി ഇവിടെ ഫ്രണ്ടിൽ തന്നെ മിറർ ഉണ്ട് കേട്ടോ. മിററിലാട്ടോ ഞാൻ നോക്കുന്നത്. ഞാൻ എപ്പോഴെന്തോ അപ്ലൈ ചെയ്യുമ്പോൾ ക്രീംസോ അങ്ങനെ എന്ത് സൺസ്ക്രീൻ ആയാലും ക്രീംസ് വേറെ എന്തെങ്കിലും ആയാലും ഞാനിങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യണം, കാരണം രണ്ട് കളറായിരിക്കും. പിന്നെ ഭയങ്കരം വെളുത്ത് പാറുന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്മൾ തോന്നുമ്പോഴും ബെറ്റർ ആക്കി തരും. ഒരു ഷെയ്ഡ് അധികം ആണെങ്കിലും ആക്കി തരും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ പൗഡർ ഇടാൻ മടിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട എന്നാലും ഒരു മേക്കപ്പ് ലുക്കൊക്കെ കിട്ടണം എന്നുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു ഫിനിഷിങ് ഈ ക്രീം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കാരണം ഫുള്ള് സാധനങ്ങൾ അടുത്താണ് ഈ വീട്ടിൽ ഓഫീസിലും. ഇനി എൻ്റെ ഹെയർ കെയർ റുട്ടീൻ അല്ല എൻ്റെ ഹെയർ കെയർ ടിപ്സ് അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എൻ്റെ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന ഇത് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം എന്താ പറയുക, എൻ്റെ മുടി പെട്ടെന്ന് വളരുന്ന കണ്ടിട്ട് അത് എന്ത് എണ്ണയാണ് നീ തേക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താളി അങ്ങനത്തെ എന്തെങ്കിലും ഹെയർ കെയർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചതിനെ കൊണ്ട് മാത്രം കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് പാരഷൂട്ട് ആയുർവേദിക് ആണ്. അപ്പോൾ ഞാനിത് എനിക്ക് നോർമൽ പാരച്യൂട്ട് പറ്റില്ല, അത് തേക്കുമ്പോൾ എൻ്റെ തലയിൽ നല്ലോണം മുടി കൊഴിച്ചിലുണ്ട്. പക്ഷേ ഈ പാരച്യൂട്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മുടി നല്ലപോലെ വളരുന്നുണ്ട്, അതേപോലെ കൊഴിച്ചിലും കുറവുണ്ട്, വല്ലാണ്ട് കൊഴിയുന്നൊന്നുമില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മുടി കാണിച്ചില്ലല്ലോ, മുടി കാണിച്ചില്ല എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നുള്ളത്. 1 ഇയർ മുന്നേ വരെ എൻ്റെ ഹെയർ ഇവിടെ വരെയാണ്, ഇപ്പം അത് പാടുന്നു. അപ്പോൾ 1 ഇയർ മുന്നേ വരെ ഇവിടെ വരെയായിരുന്നു എൻ്റെ ഹെയർ ഉണ്ടായിരുന്നത്. ഞാൻ വേണേൽ ഫോട്ടോ കാണിച്ചത് എൻ്റെ ഇത്ര ഹെയർ ഉള്ളത്. ഇപ്പം അത് ഇത്ര ആയിട്ടുണ്ട്, ഏകദേശം ഇത്ര ഈ ഒരു ലെങ്ത്തിലേക്ക് എത്തിയിട്ടുണ്ട് എൻ്റെ ഹെയർ ഒക്കെ. കണ്ടില്ലേ? ഇങ്ങനെ ദൂരെ വെച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ ക്യാമറയിലേക്ക് തന്നെ ശരിക്കും എപ്പോഴും നോക്കാൻ പറ്റുന്നില്ല. അതൊക്കെ നിങ്ങൾ ഒന്ന് സഹകരിക്കണം. ഇപ്പം ഇത്രയായിട്ടുണ്ട് കേട്ടോ, ഇത്രയായിട്ടുണ്ട്. എടുക്കാം, ഒരു 2-3 ഡ്രോപ്സ് എടുക്കുക. ഇത് ഞാൻ നൈറ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ, ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നത്. ഒന്ന് നല്ലോണം റബ്ബ് ചെയ്യുക കയ്യിൽ.
എന്നതിന് ശേഷം ഹെയറിൻ്റെ ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് നൈറ്റ് വെറുതെ ഫ്രീ ആയിട്ട് എല്ലാം കെട്ടി വെക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തലയിലൂടെ ഓടിക്കട്ടോ. അത്രേ ഉള്ളൂ. നല്ല സ്മെല്ലാട്ടോ ഇതിന്. ഇതൊരു 100 ml ബോട്ടിലാണ്. ഇത് 7 early signs of leading to hair fall റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്തിട്ട് ബാക്ക് പോർഷൻ ഒന്ന് കാണിച്ച് തരാം. എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന്. നേരത്തെ നമ്മൾ ഫ്രണ്ടിലിടുമ്പോൾ അത്ര മനസ്സിലാവില്ലല്ലോ. ബാക്കിലാവുമ്പോൾ ആ ഡ്രസ്സ് ഇങ്ങനെ വരുമ്പോൾ മനസ്സിലാവും എത്രത്തോളം മുടി വലുതായിട്ട്. കാണുന്നുണ്ടോന്നറിയില്ല, എത്രത്തോളം എൻ്റെ മുടി വലുതായിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ തലയിൽ കുറച്ച് എണ്ണ ഉണ്ട്. അതായത് ഇന്നലെ ഞാൻ കുളിച്ചപ്പോഴുള്ള എണ്ണ, ആ കുളിച്ചപ്പോഴുള്ള എണ്ണ ഉള്ളത് കൊണ്ടാണ് എൻ്റെ മുടി അത്രയും ഒട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒട്ടിയിരിക്കില്ല കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലോണം ഈ ഒരു പോർഷൻ വെച്ചിട്ട് കോംബ് ചെയ്യും. ക്യാമറയൊന്നുമല്ല നോക്കിയത്. എന്നിട്ട് പിരിച്ചിടില്ലേ, ഞാൻ നോർമലി ഇതങ്ങ് പിരിച്ചിടും. സെൻട്രൽ പിരിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ നേരത്തെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ സൈഡിലോട്ടാണ് പിരിച്ചത്. പണ്ടൊക്കെ മുടിയൊക്കെ പിന്നിട്ട് ഞാൻ അപ്പുറത്തേക്കും ഇതേപോലെ ഉണ്ടായേനെ. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. എന്താ വെച്ചാൽ മുടി കുറേ കൊഴിഞ്ഞു പോയി. ഞാൻ കർണാടക നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോയ ടൈമിൽ അവിടുത്തെ വെള്ളമൊക്കെ മാറി ക്ലോറിൻ വാട്ടറായിട്ട് എൻ്റെ മുടി കുറേ കൊഴിഞ്ഞു പോയി. പിന്നെ ഞാൻ നാട്ടിലൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് പണ്ടത്തെ അത്രയില്ലെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി ഞാൻ എടുത്തു. ഓരോ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി ഇതൊന്ന് ലൂസാക്കി കേട്ടോ. ഓക്കെ, ഇനി ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പം പിന്നെ ഷാമ്പു ഒക്കെ ആയിട്ട് ഭയങ്കര പാറിയിരിക്കുന്ന മുടിനെ ഒന്ന് അടക്കി ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇത് സ്ട്രീക്സിൻ്റെ ഹെയർ സെറാണ്. ഇതും അടിപൊളി സ്മെല്ലാണ് യൂസ് ചെയ്യുമ്പം. ഇതിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ വാൽനട്ട് ഓയിലാണ് കേട്ടോ ഇതോ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് 24 hours ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷൈനിങ് കിട്ടും. എൻ്റെ ഹെയറിൽ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് പിന്നെ ബ്ലാക്ക് ഹെയർ അതിനെ കൊണ്ടുപോയി ഒരു ഷൈനിങ് നല്ലോണം കാണും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡ്രോപ്പ് എടുക്കുക, ജസ്റ്റ് ആപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇതിങ്ങനെ തേക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ഷൈനിങ് കണ്ടില്ലേ. നല്ല ഷൈനിങ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സെറാട്ടോ ഇത്. ഞാൻ ഏതെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് ഹെയർ സെർ ഏതാ വാങ്ങേണ്ടത് ചോദിച്ചാൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഓക്കെ, അപ്പോൾ ഹെയർ കെയർ ആയിട്ട് ഇത്രയേ ഉള്ളൂ പറയാം. പിന്നെന്താ, നല്ലപോലെ ഡെയിലി നമ്മൾ 1 minute to 2 minutes എങ്കിലും നമ്മൾ ഹെഡൊന്ന് മസാജ് ചെയ്യുക. അതേപോലെ വീക്ക്ലി 2 മാത്രം ഓയിൽ ചെയ്യുക. അധികം കുളിക്കുന്നതും നമുക്കത്ര നല്ലതല്ല. പിന്നെ മടികളുള്ള കാര്യം ഞാൻ പിന്നെ പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ശീലങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ഹെയറിലും അതേപോലെ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല പച്ചക്കറികൾ, പിന്നെ നമ്മൾ ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് ആയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല HB ഒക്കെ കുറഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഫുഡിലൊക്കെ നല്ല കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ HB ഒക്കെ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ വെയിറ്റ് ഗെയിനും ചെയ്തിട്ടുണ്ട്. 45 കിലോന്ന് 50 kg ഞാൻ പോയിട്ടുണ്ട്. കുറേ പേര് എന്നെ ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. ഇനി എന്ത് മെലിഞ്ഞ് കൊള്ളിയ ഈർക്കിലെ പോലെ ഉണ്ട്, സാരിയൊക്കെ ഇങ്ങനെ കമ്പി ചുറ്റിയ പോലെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ വച്ചേക്കുന്ന ഈ തടിയിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ്, ഞാനും സാറ്റിസ്ഫൈഡ്. ഇപ്പം എനിക്ക് മെലിയാനൊന്നും തോന്നില്ല. അതേപോലെ ഇനിയിപ്പോൾ ഒന്ന് വർക്കൗട്ട് ചെയ്തൊന്ന് ഒതുങ്ങണം എന്നൊക്കെ ഉണ്ട്. ഇനി ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണം, അതിൻ്റെ വീഡിയോ വേറെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇനിയും വരുന്ന വീഡിയോസൊക്കെ വീണ്ടും കാണുക. എനിക്കെന്താ പറയേണ്ടത് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.